നന്ദി പറയൂ, ജീവിതം മാറും. നന്ദി പറഞ്ഞാൽ എങ്ങനെയാ ജീവിതം മാറുന്നേ? ഇപ്പൊ മനസ്സിൽ കൂടെ പോയത് നന്ദി പറഞ്ഞാൽ ജീവിതം മാറില്ലെന്നല്ലേ? എൻ്റെ മനസ്സിൽ കൂടെയും ആദ്യം അങ്ങനെയാ കടന്നു പോയത്. എന്നാൽ അങ്ങനെയല്ല കേട്ടോ. നന്ദി പറഞ്ഞാൽ ജീവിതം മാറും. തീർച്ചയായും നമ്മുടെ ലൈഫിലേക്ക് മിറാക്കിൾസ് സംഭവിക്കും. അതെങ്ങനെയാണെന്ന് ഞാൻ എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് വെച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ ഓൾറെഡി എൻ്റെ സ്റ്റോറി ചാനലിൽ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് കാണുവാണെങ്കിൽ ഞാനിപ്പോൾ പറയുന്നതിൻ്റെ കാര്യം പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും പെട്ടെന്ന്. ഓക്കെ, 2019 ഞാൻ MCA പാസ്സാവുന്നു. MCA പാസ്സായി കഴിഞ്ഞ് എൻ്റെ ആഗ്രഹം ഒരു കോളേജ് അധ്യാപിക ആവുക എന്നതാണ്. അപ്പം ആ സമയത്തിനുള്ളിൽ ഞങ്ങൾ കുറച്ച് ഗോൾഡും ക്യാഷും ഒക്കെ ഞങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തെടുത്തു. അപ്പം ജീവിതം സ്റ്റേബിൾ ആയല്ലോ എന്നിങ്ങനെ ചിന്തിച്ച് ഇരുന്നപ്പോഴാണ് എൻ്റെ ലൈഫിലേക്ക് ആ ഒരു ഇൻസിഡൻറ്റ് വരുന്നത്. വിദേശ രാജ്യത്തൊരു ജോലി എൻ്റെ ഫ്രണ്ട് മുഖാന്തരം. അപ്പം ലൈഫ് പെട്ടെന്ന് സെറ്റിൽഡ് ആവുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എന്ത് ചെയ്തു, ആ ജോലിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ കൊറോണ ടൈമായി. അപ്ലൈ ചെയ്യുന്നു. ഒരു 3 വർഷത്തോളം അങ്ങനെ പോയി. നമ്മുടെ ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്തൊരു 10 ലക്ഷം രൂപയോളം നമ്മൾ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അറിയുന്നത് ജോലിയില്ല, വിസയും ഇല്ലെന്ന്. നമ്മൾ വല്ലാതെ ധർമ്മസങ്കടത്തിലേക്ക് ഞങ്ങൾ പോയി. വല്ലാത്ത സങ്കടവും നിരാശയും. കാരണം ജീവിതം സ്റ്റേബിൾ ആയല്ലോ എന്ന് ചിന്തിച്ചിരുന്ന സമയത്താണ് വലിയൊരു പടുകുഴിയിലേക്ക് ഞാൻ വീണത്. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പിന്നെ ആലപ്പുഴയിലേക്ക് മാറി താമസിച്ചു. ആലപ്പുഴയിൽ എൻ്റെ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ അവിടെ ആദ്യം താമസിക്കുന്നത് ലോഡ്ജ് മുറിയിലാണ്. അത് ഒരു മുറിയും ഒരു ബാത്റൂം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അവിടെയാണ് എൻ്റെ ലൈഫ് പിന്നെ ആരംഭിക്കുന്നത്. അപ്പം അതിനോട് ചേർന്ന് വേറെ റൂമുണ്ട്. ആ റൂം എടുക്കണമെങ്കിൽ നമ്മുടെ കുറച്ച് ക്യാഷ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യണം. അത് ഡെപ്പോസിറ്റ് ചെയ്യാൻ നമ്മുടെ കയ്യിലില്ല. അന്നേരം പിന്നെ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നത് 1 ഗ്രാമിൻ്റെ മോതിരമാണ്. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, വിറ്റിട്ടാണ് ഞങ്ങൾ പിന്നെ ആ ഒരു കിച്ചണുള്ള റൂം നമ്മൾ എടുക്കുന്നത്. അങ്ങനെ അവിടെ ഞങ്ങളിങ്ങനെ താമസിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് 2023 ഞാൻ ഈ മൈൻഡ് മാസ്റ്ററിയെക്കുറിച്ച് അറിയുന്നത്. അപ്പം ആ സമയത്ത് എന്നോട് ആരെങ്കിലും ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്താൽ മതി, നീ ആഗ്രഹിക്കുന്ന കിട്ടുമെന്ന് പറഞ്ഞ് ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ല. കാരണം എൻ്റെ മൈൻഡ് അത്രയും നെഗറ്റീവിൽ നിൽക്കുന്നത്. ഞാൻ അത്രയും സങ്കടവും നിരാശയും ഡിപ്രഷൻ അടിച്ചിരിക്കുക. അങ്ങനെ 2023 എന്നിലേക്ക് മൈൻഡ് മാസ്റ്ററി വരുന്നു. ഞാൻ മൈൻഡ് മാസ്റ്ററിയിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ക്യാഷും എൻ്റെ കയ്യിലില്ല. നമ്മളത് എങ്ങനെയൊക്കെയോ അറേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ ആ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യുന്നത്. അന്നേരം 2023 ഫെബ്രുവരിയിൽ ഞാൻ മൈൻഡ് മാസ്റ്ററിയിലേക്ക് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നു. അന്നേരം എൻ്റെ മനസ്സെന്താണെന്നും മനസ്സിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചും എൻ്റെ മനസ്സിന് വേണ്ട ഇന്നർ വർക്കും എനിക്ക് അവിടുന്ന് ഡിസൈൻ ചെയ്ത് കിട്ടുന്നു. അങ്ങനെ ഞാൻ ആ ഇന്നർ വർക്ക് പറയുന്നത് പ്രകാരം ഞാൻ എൻ്റെ മൈൻഡിനെ പയ്യെ ട്രാൻസ്ഫർ ചെയ്ത് ഒരു പോസിറ്റീവ് സ്റ്റേറ്റിലേക്ക് ഞാൻ എത്തിച്ചു. അത് വളരെ പെട്ടെന്നൊന്നുമല്ല, ക്ഷമയോടെ ഞാൻ എൻ്റെ മൈൻഡിനെ ഇന്നർ വർക്ക് ചെയ്തു. ഇന്നർ വർക്ക് ചെയ്യിപ്പിച്ച് പയ്യെ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ മൈൻഡ് നെഗറ്റീവിൽ നിന്ന് എൻ്റെ മൈൻഡിനെ ഞാൻ എന്ത് ചെയ്തു, പയ്യെ പോസിറ്റീവിലേക്ക് എത്തിച്ചു. ഇങ്ങനെ പോസിറ്റീവിലേക്ക് എത്തിച്ചു കഴിഞ്ഞപ്പോൾ, പോസിറ്റീവിൽ എത്തിക്കൊണ്ടിരിക്കുന്ന സമയത്തെല്ലാം എനിക്ക് ചെറിയ എന്താ പറയുന്നത്, മിറാക്കിൾസ് സംഭവിക്കുന്നുണ്ട്. ഞാൻ ആഗ്രഹിക്കുന്ന ഡ്രസ്സ്, ഞാൻ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് പോകാൻ പറ്റുന്നുണ്ട്. എനിക്ക് ഏറ്റവും സന്തോഷമായത് ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ ഒരു വാടക വീട്ടിലേക്ക് എനിക്ക് മാറാൻ പറ്റി. അതെനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ഒരു ലോഡ്ജിലെ ജീവിതം എന്താണെന്ന് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം ഞാനത് ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ല. അന്നേരം പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ വീടെടുത്ത് മാറി, വാടക വീടെടുത്ത് മാറി. അതിനുശേഷം പിന്നെ എൻ്റെ ലൈഫിൽ പെട്ടെന്നാണ് ഞാൻ ആഗ്രഹിച്ച കാര്യത്തിലേക്ക് എത്തിയത്. 2024 ജൂലൈയിൽ ഞാൻ ബേക്കർ കോളേജ് അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് എൻ്റെ ജോലി ഞാൻ മാനിഫെസ്റ്റ് ചെയ്തു. അതിനുശേഷം അതേ വർഷം തന്നെ ഞങ്ങൾ സെൻറ്റിന് 4 ലക്ഷം രൂപ വരുന്ന സ്ഥലം ഞങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തു. അതിനുശേഷം 2025 ജനുവരിയിൽ സ്ഥലം ഞങ്ങൾ സ്വന്തം പേരിലേക്ക് രജിസ്റ്റർ ആക്കി. പിന്നെ 2025 ചിങ്ങം 3 കല്ലിട്ടു. അധികം താമസിക്കാതെ വീടിൻ്റെ ഹൗസ് വാമിങ്ങും ഉണ്ടാവും. അപ്പോൾ എൻ്റെ ഡ്രീം ഹോമും ഞാൻ മാനിഫെസ്റ്റ് ചെയ്തു. അതുപോലെ തന്നെ വലിയൊരു എമൗണ്ടിന് ഞാൻ ഗോൾഡ് കൊണ്ടുവന്ന് ബാങ്കിൽ വെച്ചത്, അതും എന്ത് ചെയ്തു, ഈ സമയം കൊണ്ട് ഞാൻ മാനിഫെസ്റ്റ് ചെയ്തു. അപ്പം ഇവിടെ എന്താ സംഭവിച്ചത്,
അപ്പം എൻ്റെ മൈൻഡ് ഏതാണ്, എൻ്റെ മൈൻഡിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് ഞാൻ മനസ്സിലാക്കി. എൻ്റെ മനസ്സിനെക്കുറിച്ച് ഞാൻ പഠിച്ചു. ആ മനസ്സിന് വേണ്ടി ഇന്നർ വർക്ക് കൊടുത്തു. ഇന്നർ വർക്കിലൂടെ എൻ്റെ മനസ്സിനെ ഞാൻ എന്ത് ചെയ്തു, നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലേക്ക് ട്രാൻസ്ഫോം ചെയ്തു. ആ പോസിറ്റീവിലേക്ക് എത്തിയപ്പം എൻ്റെ മനസ്സ് ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം എന്നിലേക്ക് അട്രാക്റ്റായി വന്നു. അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ മൈൻഡ് എന്ത് ചെയ്തു, ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് മൈൻഡ് സെറ്റിലേക്ക് മാറി. പോസിറ്റീവ് മൈൻഡ് സെറ്റിൽ നിന്നും മനസ്സ് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് മൈൻഡ് സെറ്റിലേക്ക് മാറി. പിന്നെ എനിക്ക് പിന്നെ ഗ്രാറ്റിറ്റ്യൂഡേ ഉള്ളൂ. കാരണം നമ്മൾ ദ്രോഹിക്കുന്നവരോടായാലും നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡേ ഫീൽ ചെയ്യത്തുള്ളൂ. കാരണം നമ്മുടെ മൈൻഡ് പവർ ഹയർ ആയി കഴിയുമ്പം നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുന്നവർ നമ്മൾ ദ്രോഹിക്കുവാണെന്ന് നമുക്ക് മനസ്സിലായാലും നമ്മൾ എന്ത് ചെയ്യും, അവരിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും നമുക്ക് അവരോട് ഗ്രാറ്റിറ്റ്യൂഡേ ഫീൽ ചെയ്യത്തുള്ളൂ. കാരണം നമ്മുടെ മൈൻഡ് ഇപ്പം നിൽക്കുന്നൊരു പോസിറ്റീവ് സ്റ്റേറ്റിലാണ്, മനസ്സിലായോ? അപ്പോൾ പോസിറ്റീവ് സ്റ്റേറ്റിൽ നിൽക്കുന്ന മൈൻഡ് എന്ത് ചെയ്യും, അതൊരു ഗ്രാറ്റിറ്റ്യൂഡ് മൈൻഡ് സെറ്റായി മാറും. അപ്പോൾ പിന്നെ അവിടെ ഗ്രാറ്റിറ്റ്യൂഡ് മാത്രമേ നമ്മൾ പറയത്തുള്ളൂ. ഓരോ വ്യക്തികളോടും സാഹചര്യങ്ങളോടും എല്ലാവരോടും നമ്മൾ എന്താണ് പറയുന്നത്, ഗ്രാറ്റിറ്റ്യൂഡ്. കാരണം അപ്പോൾ നമ്മുടെ മനസ്സെന്ന് നമ്മൾ പോസിറ്റീവ് സ്റ്റേറ്റിലേക്ക് എത്തിക്കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആനന്ദവും പരമാനന്ദവും മാത്രമേ ഉള്ളൂ. ഈ ആനന്ദത്തിലും പരമാനന്ദത്തിൽ നിൽക്കുന്ന ഈ മനസ്സിൽ പിന്നെ നമുക്ക് ഒരേ ഒരു മന്ത്രമേ ഉള്ളൂ, അത് ഗ്രാറ്റിറ്റ്യൂഡാണ്. മനസ്സിലായോ? അല്ല നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്താൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 1, 2, 3 ദിവസം പ്രാക്ടീസ് ചെയ്യും, അത് റെഗുലർ ആയിരിക്കത്തില്ല. പക്ഷേ നമ്മൾ ഇന്നർ വർക്കിലൂടെ നമ്മുടെ മൈൻഡിനെ ഗ്രാറ്റിറ്റ്യൂഡ് മൈൻഡ് സെറ്റിലേക്ക് എത്തിച്ചു കഴിയുമ്പം പിന്നെ നടക്കുന്നത് നാച്ചുറലായിട്ടായിരിക്കും നമ്മളിൽ നിന്ന് ഈ ഗ്രാറ്റിറ്റ്യൂഡ് വരുന്നത്. അങ്ങനെ വന്നാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മളെ തേടി വരത്തുള്ളൂ. നമ്മൾ ഒന്നിൻ്റെയും പുറകെ ഓടിപ്പോവേണ്ട കാര്യമില്ല. നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ കാര്യം ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആയിട്ട് നമ്മളിലേക്ക് വരും. നമ്മൾ ഒരേ ഒരു കാര്യം ചെയ്താൽ മതി. നമ്മുടെ മനസ്സ് എന്താണെന്ന് പഠിക്കുക, ആ മനസ്സിന് വേണ്ട പ്രോപ്പർ ഇന്നർ വർക്ക് കൊടുക്കുക. അങ്ങനെ നമ്മുടെ മനസ്സിനെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഗ്രാറ്റിറ്റ്യൂഡ് മൈൻഡ് സെറ്റിലേക്ക് എത്തിക്കുക. അതിനുശേഷം എന്താണ്, നമ്മളിൽ പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് മാത്രമേ നമ്മളിൽ നിന്ന് പോകത്തുള്ളൂ. അങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് നിറയുമ്പം എന്താണ്, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മളെ തേടി, നമ്മളെങ്ങോട്ടും തേടി പോകേണ്ടി വരില്ല, നമ്മളെ തേടി ഇങ്ങോട്ടേക്ക് വരും. അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യുക, അവനവൻ്റെ മനസ്സിനെക്കുറിച്ച് മനസ്സിലാക്കുക. മനസ്സിപ്പം ഏത് സ്റ്റേറ്റാണെന്ന് നോക്കുക. ആ സ്റ്റേറ്റിൽ നിന്നും ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റേറ്റിലേക്ക് നിങ്ങളുടെ മൈൻഡിനെ ട്രാൻസ്ഫോം ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആയിട്ട് നിങ്ങളിലേക്ക് തന്നെ വരും. ഓക്കെ, താങ്ക് യു.